കൊട്ടാരക്കര മൈലത്ത് RSS പ്രവർത്തകനെയും കുടുംബത്തെയും ആക്രമിച്ച പ്രതികൾ കോടതിയിലെത്തി കീഴടങ്ങി. CPM പ്രവർത്തകരായ വിജേഷ്, വിഷ്ണു എന്നിവരാണ് കീഴടങ്ങിയത്. വെള്ളാരംകുന്ന് സ്വദേശിയും RSS ശാഖാ കാര്യവാഹുമായ അരുണിനെയും കുടുംബത്തെയുമാണ് പ്രതികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇന്ന് രാവിലെയോടെയാണ് ഒളിവിലായിരുന്ന വിജേഷും വിഷ്ണുവും കൊട്ടാരക്കര കോടതിയിലെത്തി കീഴടങ്ങിയത്. ഇവരുടെ അമ്മ മല്ലികയെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മല്ലിക ഇപ്പോൾ റിമാൻഡിലാണ്. 2 ദിവസം മുൻപാണ് ക്ഷേത്രത്തിൽ പൊങ്കാല കഴിഞ്ഞു മടങ്ങിയ അരുണിന്റെ കുടുംബത്തിന് നേരെ ആക്രമണമുണ്ടായത്. 2 പേർ ചേർന്ന് വടിവാളുമായി അരുണിനെയും കുടുംബത്തെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അരുണിന്റെ കയ്യിലുണ്ടായിരുന്ന 6 മാസം പ്രായമുള്ള കുഞ്ഞിനും താഴെ വീണ് പരിക്കേറ്റു. അരുണിന്റെ തലയ്ക്കും കഴുത്തിനും ആഴത്തിൽ മുറിവുകളുണ്ട്. ഗുരുതര പരിക്കുകളുമായി അരുണിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. വെട്ടേറ്റ അരുണും മാതാപിതാക്കളും ഇപ്പോഴും ചികിത്സയിലാണ്. നാളുകളായി അരുണിന് CPM പ്രവർത്തകരുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും BJP നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. 2023-ലും കുടുംബത്തിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. സൈനികനായ അരുണിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർക്ക് അന്ന് പരിക്കേറ്റു. അക്രമികൾ നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. സംഭവത്തിന് ശേഷം ഇരുവരും ഒളിവിൽ പോയി. കഴിഞ്ഞ ദിവസമാണ് കേസിലെ 3ാം പ്രതിയായ മല്ലിക പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത്. പിന്നാലെ കോടതിയിൽ കീഴടങ്ങിയ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തുടർ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ജനം, കൊല്ലം.